നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, കൊതുക് വല വാങ്ങിയില്ലേ? അയ്യോ, അത് വാങ്ങാൻ താൻ പറഞ്ഞില്ലല്ലോ. താൻ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഷടാ, എങ്കിലും അതിന്റെ കാര്യം മറന്നുപോയല്ലോ. ഇനി അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരെണ്ണം തരാം. ഞങ്ങള് മൂക്ക് വാങ്ങിയത് കൂടാതെ ഒരെണ്ണം അച്ഛനും അമ്മയും വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അപ്പോ കൊതുക് വലയ്ക്ക് ഒരു തീരുമാനമായി. അല്ല ഏട്ടത്തി, ഇവിടെ അങ്ങനെ കൊതുകൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കൊതുക് വല? കൊതുകിന്റെ കാര്യം മാത്രമല്ലടി, കുഞ്ഞുറങ്ങുമ്പോ ഒരു പ്രാണിയും വന്ന് ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടിയാ. അനകെ, നിനക്ക് കുഞ്ഞുങ്ങളെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ദേ ഇവിടെ ചോദിച്ചാ മതി. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്. പോ സച്ചേട്ടാ, കളിയാക്കാതെ. മൂക്ക് ചെറിയമ്മയുടെ ആദ്യത്തെ സമ്മാനം. ഓ ഓ ഓ ആ ഓ ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് ഈശ്വരനായിട്ട് തന്നതാ ഇവളെ. പിന്നെ ഒരു പരിധിവരെ ഞാനും വിഷമങ്ങൾക്ക് കാരണമായിരുന്നല്ലോ. അതൊക്കെ നീ വിട്ടേക്ക്. മാലു ഈ മോളും ഒരുമിച്ച് തന്നെ വീട്ടിൽ വളരണം. എന്റേത് ചേച്ചിയുടേതെന്ന വ്യത്യാസമില്ലാതെ. ഞാനായിട്ട് ഇനി കുറയ്ക്കുന്നില്ല. കണ്ണി കണ്ടതൊക്കെ വാങ്ങി. ഇതൊന്നും വാങ്ങി ശീലമില്ലാത്തോണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. വാ. എനിക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പരിചയമൊന്നുമില്ല. ഇനിയിപ്പോ എപ്പോഴും എടുക്കാലോ. അല്ല നന്ദേട്ടാ, ഇങ്ങനെ സച്ചേട്ടന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ എടുത്താ മതിയോ? സ്വന്തമായിട്ടൊന്ന് വേണ്ടേ? സന്ദീപിന്റെ സച്ചിയുടെയും ഭാര്യമാരെ പോലെ അല്ലല്ലോ എനിക്ക് കിട്ടിയ ഭാര്യ. അതൊരു സ്പെഷ്യലാ. അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അനഘ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അതിന് പകരമായി എനിക്കിപ്പോ 2 മക്കളെ തന്നില്ല ഈശ്വരൻ. ഈ 2 മക്കളുടെ വല്യച്ഛനായി ഞാൻ ജീവിച്ചോളാം. വല്യച്ഛനായിട്ട് നിന്ന് അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ എനിക്കാവും. ആ സന്തോഷം മതി എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.